ദിവ്യകാരുണ്യത്തിൽ തെളിയുന്ന തിരുമുഖം. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി കണ്ണു നട്ടിരിക്കുമ്പോൾ ഇതാ വിസ്മയകരമായൊരു ദർശനം. ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു. എത്ര നോക്കിയാലും കണ്ണെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ. തലയിൽ മുൾമുടി അണിഞ്ഞ ഈശോ, മുള്ളുകൾ തലയ്ക്ക് ചുറ്റും ആഞ്ഞു തറഞ്ഞിരിക്കുന്നു. ഉണങ്ങി വരണ്ട ചുണ്ടുകൾ, ചുവന്നു തുടുത്ത മുഖം, രക്തം ധാരധാരയായി ഒഴുകുന്നു. വേദന കൊണ്ട് പിടയുകയാണ്. തീവ്ര ദുഃഖത്താൽ കേഴുമ്പോഴും ഒരു പ്രകാശം ആ മുഖത്തു നിന്നും വരുന്നു. ദിവ്യകാരുണ്യം കൂടുതൽ ശോഭിതമാകുന്നു. ആ പ്രകാശം ഹൃദയങ്ങളെ ചലിപ്പിക്കുന്നു. ഒരു കുളിർക്കാറ്റ് പോലെ മനസ്സിൽ ആനന്ദം തിരതല്ലുന്നു. ഈ നോമ്പ് കാലത്ത് നമുക്കുണ്ടാകുന്ന ജീവിത സഹനങ്ങൾ രക്ഷാകരമാക്കണം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈശോയുടെ 5 തിരുമുറിവുകളും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി പഞ്ചക്ഷതധാരിയായി 2ാം ക്രിസ്തുവായി മാറി. ആനന്ദത്താൽ നിറഞ്ഞ് സൃഷ്ടിജാലങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിഗീതം ആലപിച്ചു. അതിൻ്റെ അലയടികൾ ലോകമെങ്ങും നിറഞ്ഞു. നാഥ, ദിവ്യകാരുണ്യത്തിൽ തെളിഞ്ഞു വരുന്ന തിരുമുഖം ദർശിച്ച് സഹനങ്ങൾ സ്വീകരിച്ച് രക്ഷാകരമാക്കി ഒരു സ്നേഹ സംഗീതം ആലപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകൂ.